Hi, welcome back to Kitchen Tales. This is a spicy Goan prawn curry recipe I will share. And this is our regular kitchen use ingredients easy to I will half kg white prawns use any variety prawns use prawns half teaspoon turmeric powder, half teaspoon salt and 1 teaspoon lime juice. ഇത്രയും ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യുക. ആദ്യം തന്നെ പ്രോൺസ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഹോട്ട് പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ പ്രോൺസ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ബോത്ത് സൈഡ് അങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്. പ്രോൺസ് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റ് ബോത്ത് സൈഡ്. ഓവർ കുക്ക് ചെയ്താൽ പ്രോൺസ് എപ്പോഴും റബ്ബറി ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ബാച്ച് പ്രോൺസും കൂടി ഇട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. പ്രോൺസ് ഹാഫ് കുക്ക് ചെയ്ത് സെയിം പാനിലോട്ട് ഒരു 1 കപ്പ് ചോപ്ഡ് അനിയൻസ് ആഡ് ചെയ്യുക. Onions ഒന്ന് saute ആയി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. Then ഒരു 1 കപ്പ് chopped tomatoes. ടൊമാറ്റോസും അനിയൻസും നന്നായിട്ട് saute ആയിട്ട് വേണം നമ്മൾ ഡ്രൈ മസാല ആഡ് ചെയ്യാനായിട്ട്. Then ഒരു 2 teaspoon tamarind paste. ഇതൊന്ന് സോട്ടേ ആവുമ്പോഴത്തേനും നമുക്ക് ഡ്രൈ മസാല റെഡിയാക്കാം. ഡ്രൈ മസാലയ്ക്കായിട്ട് ഒരു 4 teaspoon coriander seed, 2 teaspoon cumin seed, 2 teaspoon peppercorns, 2 medium-sized cinnamon sticks, 4 to 5 cloves and 15 Kashmiri whole red chillies. Seed remove ചെയ്തിട്ടാണ് ഈ red chillies ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് പൗഡർ ചെയ്തെടുക്കാം. ഫൈൻ പൗഡറായിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇത് ഫൈൻ പൗഡർ ആയി കഴിയുമ്പോൾ ഒരു ഹാഫ് കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആഡ് ചെയ്യുക. ആൻഡ് 10 to 12 ഗാർലിക് ക്ലോവ്സ്. ഇത്രയും ആഡ് ചെയ്ത് 3 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ആഡ് ചെയ്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുക. വാട്ടർ നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. ഓൺലി തിങ് ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഈ ഒരു മിക്സ്ചർ റെഡിയാക്കാനായിട്ട്. നമ്മൾ നേരത്തെ സോട്ടേ ചെയ്യാൻ വെച്ച ടൊമാറ്റോ ആൻഡ് അനിയൻ മിക്സ്ചർ ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സോട്ടേ ആയിട്ട് വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത കോക്കനട്ട് പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. ഞാനൊരു ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ കൂടി കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. then ഒരു ഹാഫ് ടീസ്പൂൺ സോൾട്ട്. സോ ഓയിൽ നന്നായി സെപ്പറേറ്റ് ആയിട്ട് വേണം പ്രോൺസും കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് സോട്ടേ ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോട്ടേ ചെയ്യാനായിട്ട്. നമ്മൾ സോട്ടേ ചെയ്ത പേസ്റ്റിലോട്ട് ഒരു 1 കപ്പ് വാട്ടറും ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. മസാലയും വാട്ടറും ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു തിക്ക് ഗ്രേവിയിൽ വേണം നമ്മൾ പ്രോൺസ് ആഡ് ചെയ്യാനായിട്ട്. നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് പ്രോൺസ് ആഡ് ചെയ്യുക.
സോ പ്രോൺസ് ഹാഫ് കുക്ക് ചെയ്ത് കാരണം ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൂടി പ്രോൺസ് ഈ ഗ്രേവിയിലൊന്ന് കുക്കായാൽ മതി. ആൻഡ് ഫൈനലി ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക്, തിക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 more minutes ഒന്ന് കുക്ക് ചെയ്യാം. സോ നമ്മുടെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന സ്പൈസി പ്രോൺ ഗോവൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു ഓക്ര സ്റ്റർ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതും ഗോവൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലേഡീസ് ഫിംഗർ സ്റ്റർ ഫ്രൈക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഒരു സ്മോൾ പിഞ്ച് cumin seed, 4 to 5 peppercorns, 7 to 8 crushed garlic and whole dry red chillies. Then oru 1 large onions chopped. A small piece tamarind. Salt ആവശ്യത്തിന്. അനിയൻസ് നന്നായി സോട്ടേ ചെയ്ത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ലേഡീസ് ഫിംഗർ ആഡ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് സോട്ടേ ചെയ്യാനായിട്ട്. ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ലേഡീസ് ഫിംഗർ ജസ്റ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആഡ് ചെയ്യുക. നമ്മുടെ ഗോവൻ പ്രോൺ കറിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഓക്ര സ്റ്റർ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബസ്മതി റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം.